അതിന്റെ പറ്റി എന്തിനാ ഞാൻ ഇരുന്ന് അയ്യോ ആൾക്കാരെങ്ങനെ പറയുന്നുണ്ട് അത് വൈകൂടെ എനിക്ക് അങ്ങനെ എമോഷൻസ്. ഏത് മോഹൻലാൽ സിനിമയാണ് ഏറ്റവും അധികം പ്രാവശ്യം കണ്ടിരിക്കുന്നത്? Which Mohanlal film have you watched the most number of times? അല്ല മനസ്സിലായി. ഈശ്വര. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക, സബ് ചെയ്യുക. കാരണം മറ്റൊന്നുമല്ല, ചാനൽ കുറച്ചൊന്ന് ഡൗൺ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ചെറിയൊരു ഹെൽപ്പ് എനിക്ക് വേണ്ടി വരുന്നു. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഹൈപ്പ് ചെയ്യുക, സബ് ചെയ്യുക, അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് എന്നുള്ളതാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റാരെയും കുറിച്ചല്ല, വിസ്മയ മോഹൻലാൽ, അതായത് മായ എന്നറിയപ്പെടുന്ന വിസ്മയെക്കുറിച്ചാണ്. അതായത് ഞാൻ ഇന്നലെ ഈ നമ്മുടെ രേഖ മേനോൻ എന്ന് പറഞ്ഞ FTQ വിത്ത് രേഖ, അങ്ങനെയാണെന്നുള്ള ആ യൂട്യൂബ് ചാനലിന്റെ പേര്. അവിടെ നമ്മുടെ വിസ്മയയുടെ ഒരു ഇന്റർവ്യൂ വന്നു. അതായത് വിസ്മയ ഇപ്പം ആദ്യമായിട്ട് വിസ്മയയുടെ ഒരു പടം പുറത്തിറങ്ങാൻ പോകുന്നു. ഈ മാസം 7-ാം തീയതിയാണ് റിലീസാവുന്ന. തുടക്കം എന്നാണ് അതിന്റെ പേര് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച്, ആ പടത്തിനെ കുറിച്ചൊന്നുമല്ല സംസാരിക്കാൻ വേണ്ടി വന്നത്. ഞാൻ സംസാരിക്കാൻ വന്നത് പ്രത്യേകിച്ച് ഈ പറയുന്ന വിസ്മയ മോഹൻലാലിനെ കുറിച്ചാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കമന്റ് ബോക്സിൽ ഞാൻ ഒരുപാട് കമന്റുകൾ കണ്ടു. ഈ അതായത് മോഹൻലാലിന് ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു അച്ഛനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറെ കമന്റുകൾ കണ്ടു. ബ്ലസ്ഡ് ആയിട്ടുള്ള അച്ഛൻ എന്ന് പറയുന്നത്, ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള മകനാണെന്ന് പറയുന്നു എന്നൊന്നും എനിക്കറിയാം. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന, ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന, ലോകം മൊത്തം അറിയപ്പെടുന്ന അഭിനയത്തിന്റെ ഒരു കുലപതി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളുടെ മകളാണ് ഈ പറയുന്ന വിസ്മയ മോഹൻലാൽ. അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ആ കുലീനത്വം ഉണ്ടല്ലോ, അവർ സംസാരിക്കുന്ന രീതി, അവരുടെ ഡ്രസ് കോഡ് ആയിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ, അതൊരു വേറെ ലെവലാണ് കേട്ടോ. അതിപ്പം ഈ പറയുന്ന വിസ്മയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അനുജനായ പ്രണവ് മോഹൻലാൽ ആയിക്കോട്ടെ, രണ്ടുപേരും എന്തൊരു എളിമയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. ഇങ്ങനെ ആവണം പാരന്റിങ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിൽ ഭാഗ്യമാണ് അത്. വിസ്മയക്കായിക്കോട്ടെ മോഹൻലാലിന് കിട്ടിയത് ഒരു ഭാഗ്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അല്ലെങ്കിൽ മോഹൻലാലിന് എന്താണ്, ഈ കുട്ടികളെ കിട്ടിയത് ഒരു ഭാഗ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക്. അതായത് മോഹൻലാലിന്റെ ഏറ്റവും വലിയൊരു അസറ്റ്, മോഹൻലാലിന്റെ ഈ പറയുന്ന ജീവിതത്തിൽ, അല്ലെങ്കിൽ ചലച്ചിത്ര, അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ ആയിക്കോട്ടെ, ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് മക്കളാണെന്ന് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന പിന്നീട് ഭാര്യയും അത്രയ്ക്ക് ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു ഇന്റർവ്യൂ കാണാൻ ഭയങ്കര രസമാണ്. ഫുള്ളോട്ട് ചിരിയാണ്, ഒരു ഐശ്വര്യമുണ്ട് പിന്നെ വിസ്മയുടെ മുഖത്ത് കാണാൻ. അതിനകത്ത് ആ കമന്റ് ബോക്സ് ഏതാണ്ട് 10,000-2000 കമന്റ് വന്നിട്ടുണ്ട്. ഒരൊറ്റ കമന്റ് പോലും നെഗറ്റീവ് കമന്റ്. അതിനകത്ത് ഒരേ ഒരു നെഗറ്റീവ് കമന്റേ ഉള്ളൂ. ഒന്ന് മലയാളത്തിൽ പറയാമോ എന്നുള്ളതാണ് അതിനകത്ത് വന്ന നെഗറ്റീവ് കമന്റുകൾ. 1-2 നെഗറ്റീവ് അല്ല, അവർക്ക് മലയാളത്തിൽ പറയാൻ കേൾക്കണമെന്ന ആഗ്രഹമുണ്ട് എന്നുള്ളത്. അതിൽ പലരും ഈ പിന്നെ പോയിട്ട് നോക്കിയാൽ മതി, അവിടെ വിസ്മയ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാവരും ചോദിക്കും, വിസ്മയക്ക് മലയാളം അറിയില്ലേ, എന്തുകൊണ്ട് മലയാളത്തിൽ പറയുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, വിസ്മയക്ക് മലയാളം, വിസ്മയ ഈ പറയുന്ന എനിക്കൊന്ന് ഡിഗ്രി വരെയൊക്കെ കേരളത്തിൽ തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം ലണ്ടൻ അങ്ങനെയുള്ള ന്യൂയോർക്ക് അങ്ങനെയുള്ള നഗരത്തിൽ പോയാണ് ബാക്കിയുള്ള ഉപരിപഠനങ്ങളൊക്കെ നടത്തിയത്. എനിക്കൊന്ന് തായ്ലൻഡിൽ പോയി മറ്റേ കുൻഫു മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചു. പിന്നെ ഒരു കവിതാ സമാഹാരം എഴുതി. അങ്ങനെ രണ്ടുപേരും, അത് ഇപ്പം പ്രണവ് ആയിക്കോട്ടെ വിസ്മയ, രണ്ടുപേരും പ്രത്യേക ഒരു രീതി. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു താരജാടയും ഇല്ല എന്നതാണ്. അത്രയും വലിയൊരു മഹാനടന്റെ മകളാണെന്ന് ഒരിടത്ത് പോലും ആ ഒരു സംഭവമില്ല. അങ്ങനെയാണ് പാരന്റിങ് ആവാനുള്ളത്. ഇപ്പോഴുള്ള അറിയാമല്ലോ, യുവതലമുറ ഇപ്പോഴൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയും കയറി ഇവിടെയും കയറി കാലിന്റെ സൈഡ് വരെയുള്ള ഡ്രസ്സ് ഇട്ട് കശവും കാണിച്ച് മുലയും കാണിച്ച്, സത്യം പറഞ്ഞ് പച്ചയ്ക്ക് പറഞ്ഞ് അങ്ങനെ തന്നെ പറയണ്ടത്. അങ്ങനെ ഞാൻ എന്തോ മറ്റവളാണ് എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നവരെ നമ്മൾ പൊതുവെ കാണുന്നു. പക്ഷെ ഇവരെ സമ്മതിക്കണം കേട്ടോ. കിട്ടും അത്രയ്ക്ക് നമ്മൾ ആര് കണ്ടാലും നമുക്ക് ഇഷ്ടം തോന്നു പോകും. ഒത്തിരി പ്രായമായിട്ടുള്ളവരാണെങ്കിൽ ഒരു മകളെ എന്ത് പാവം എന്ന് തോന്നിപ്പോകുന്ന രീതി. അപ്പൊ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് പല നെഗറ്റീവ്സും കാണും. അതൊക്കെ നമ്മൾ മാറ്റി വെക്കും. നമ്മൾ കാണുമ്പോൾ അല്ലേ, നമുക്ക് നേരിട്ട് കാണുമ്പോൾ, നമ്മളിപ്പം ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഇന്റർവ്യൂ വഴി കാണുമ്പോൾ അപ്പോൾ നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. അത് കിടിലമാണ്. അതൊന്നുമല്ല, അതൊരു പാരന്റിങ്ങിന്റെ ആ ഒരു ഗുണം എന്ന് പറയുന്നത്. ആ രണ്ടുപേരും അവർക്ക് ഒരു ജാടയില്ല, ഒരു നൈസായിട്ടുള്ള, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു മഹാനടന്റെ മകളാണെന്ന് ആരും പറയില്ല. ആ രീതിയിൽ അവരുടെ ഡ്രസ് കോഡ് ആയിക്കോട്ടെ, വല്ല ആത്മാര ഡ്രസ്സോ വലിയ മേക്കപ്പോ മറ്റൊന്നും മറിച്ച് ഒന്നുമില്ല. വളരെ കൂളായിട്ട് വന്നിരുന്ന് വളരെ സാധാരണക്കാരെ പോലെ കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം 4 ക്യാമറകൾ ബാക്കി വരും. പിന്നെ വന്നിരുന്ന് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ, അറിയാമല്ലോ, നമ്മൾ പറയുന്നില്ല അതിനെക്കുറിച്ചൊക്കെ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. അതാണ് അഹങ്കാരം. ആ അഹങ്കാരത്തിന് ഒരു പരിധിയുണ്ട്. ഒരു പരിധി അഹങ്കാരമൊക്കെ താഴെ മൂക്കിൽ വന്ന് വീഴും. അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരത്തിന്റെ കൊടുമിൽ നിങ്ങൾക്ക് നേരെ വന്ന് വീഴും. നമുക്ക് എന്താ പറയുന്നത്, കുറച്ച് ഐശ്വര്യം കിട്ടുമ്പോൾ അർദ്ധരാത്രി കുട പിടിക്കുന്നവരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ വിട്ട്
വിസ്മയെ കണ്ടുപഠിക്കണം, അല്ലെങ്കിൽ പ്രണവ് മോഹൻലാലിനെ കണ്ടുപഠിക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഡൽഹി പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെലിബ്രിറ്റീസുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ രാഷ്ട്രീയം കൊണ്ടുവന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പണം വാങ്ങിച്ചിട്ടോ അല്ലാതെയായി പറഞ്ഞ ആ അഭിപ്രായം പറഞ്ഞവരൊക്കെ ഇപ്പോൾ എയറിലാണ് എന്നുള്ളതാണ് അല്ലേ. അവിടെയൊക്കെ രാഷ്ട്രീയം കൊണ്ടുവന്നത് തന്നെ ഇതൊരു പിന്നെ ഏറ്റവും വലിയ തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ രാഷ്ട്രീയമല്ല വേണ്ടത്. അവരൊരു നല്ലൊരു കോഴ്സിന് വേണ്ടിയിട്ട്, നമുക്ക് കൂടി വേണ്ടിയിട്ടുള്ള, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു കൂട്ടം ജൻസികൾ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്താണ് അതിന്റെ കൂടെ നിന്ന് ശക്തി പകരുകയാണ്. അല്ലാതെ അവിടെ കൊണ്ടുവന്ന് രാഷ്ട്രീയം കലർത്തി എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അവിടെ ഈ കുറേ സെലിബ്രിറ്റി കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ചങ്കൂറ്റത്തോടെ വന്ന് ഞാൻ ആ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ പറയുന്ന വിസ്മയ അല്ലേ. അതിനുശേഷം നമ്മുടെ മേജർ രവിയെ പോലത്തെ ഒരു വിദ്യാഭ്യാസവും വിവരവുമില്ലാത്ത അവൻ മാത്രമാണ് രാജ്യസ്നേഹി, ബാക്കി എല്ലാവരും രാജ്യദ്രോഹികളാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു വിധി. അവൻ വന്ന് പറയുന്നത് എന്താണ്, മറ്റൊന്നുമല്ല, ഇവൾ വിയറ്റ്നാമിലായിരുന്നു, അവിടെ പിന്നെ പൂച്ചക്കുട്ടികളെ പട്ടികളെ കണ്ടാൽ ഭയങ്കരമായിട്ട് മനസ്സലിയും, അതുകൊണ്ട് അവൾക്ക് ഈ പറയുന്ന രാഷ്ട്രീയം എന്താണെന്നുള്ള തേങ്ങ അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. എനിക്കും ഈ പറയുന്ന മേജർ രവിയോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ആ കുട്ടിക്ക് ഒരു പട്ടി തന്നെ, ആ പട്ടി എതിർ വേദനിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് മനസ്സലിയുന്നു എന്നുള്ളതാണ് വിഷയം. ഇവിടെ താങ്കൾക്ക് പട്ടിയിൽ ആ സമയത്ത് ആ സ്ഥാനത്ത് ഒരു മനുഷ്യരെ ഇങ്ങനെ വേദനിപ്പിക്കുമ്പോൾ താങ്കളുടെ ഒന്നും മനസ്സുകൾ അലിയുന്നില്ല എന്നുള്ളതാണ് രണ്ടിന്റെയും ഡിഫറൻസ് എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വിസ്മയ കിടിലമായിട്ട് മറുപടി ഈ പറയുന്ന ആ ഇന്റർവ്യൂവിലും കൊടുത്തിട്ടുണ്ട്, ഏഷ്യാനെറ്റിലും കൊടുത്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ മോഹൻലാലും വിസ്മയും മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ഇവരെല്ലാരും കൂടി ചേർന്ന് നിന്നുള്ളൊരു ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ ഞാൻ എന്താണോ പറഞ്ഞത് അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ബോൾഡായിട്ടുള്ള ഒരു സാധനം. ആദ്യം നമുക്ക് ആ സാധനം ഏഷ്യാനെറ്റിൽ കൊടുത്ത ഒരു സാധനം കാണാം. പ്രോസസ് നടക്കുന്നു, ഒരു അഭിപ്രായം പറയുമ്പോഴും അഭിനയിക്കുമ്പോൾ ഇവരെന്താ മോഹൻലാലിന്റെ മകളാണ്, അങ്ങനെ ഒരു ഫീൽ എപ്പോഴെങ്കിലും വരാറുണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ എഴുതിയാലോ ചെയ്താലോ ഒരു ആൾക്കാർ മുഴുവൻ ഒരു റഡാറിലാണെന്ന് അങ്ങനെ തോന്നാറുണ്ടോ? ഞാനൊരു ഇൻഡിവിജ്വലാ. സോ യെസ്, അച്ഛൻ എന്റെ അച്ഛനാ. You have all the freedom to talk. Addition as an individual, you have all the right to talk and express it. ഇതെങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഒരു കാര്യം എന്ത് പറഞ്ഞാലും കുഴപ്പമായിട്ട് വരുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ ഞാനൊക്കെ അതിൽ കൂടെയാണ് പോകുന്നത്, അറിയാം. അതൊക്കെ ആ ഒരു സമയമാണ്. അതൊരു നിങ്ങളുടെ പോപ്പുലാരിറ്റി കൂടി കാര്യങ്ങളൊക്കെ ഫോക്കസിലേക്ക് മാറുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. എല്ലാവരുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തും അതേപോലെ ആളുകൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടൊക്കെ പറയും, നമ്മൾ വി ഡോണ്ട് മൈൻഡ്. നോ, ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് I can't control you. I can't control them or anybody. I can only control myself and what എനിക്ക് വേറെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ പറ്റി എന്തിനാ ഞാൻ ഇരുന്ന് അയ്യോ ആൾക്കാരെങ്ങനെ പറയുന്നുണ്ട്, അത് why would എനിക്ക് അങ്ങനെ എമോഷൻസ് I don't want to waste my energy. ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി. ഇത് പലപ്പോഴും മോഹൻലാൽ തന്നെ, ലാലേട്ടൻ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. ഇത് പല സോഷ്യൽ മീഡിയയിൽ പലതും പറയും എന്നുള്ളതാണ്. നമ്മളൊക്കെ എനർജി കളയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് വളരെ വളരെ കിടിലമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു പക്വത ഈ പെൺകുട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഞാനൊരു ഇൻഡിവിജ്വലാണ്, അപ്പം മോഹൻലാലിന്റെ മകളാണ് എന്നുള്ളത് സത്യം. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാനൊരു ഇൻഡിവിജ്വലാണ്, ഞാനൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് എൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെതായിട്ടുള്ള ചിന്തകളുണ്ട്, എൻ്റെതായിട്ടുള്ള നിലപാടുകളുണ്ട്. എനിക്ക് ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇൻഡയറക്റ്റ് ഇപ്പം എനിക്ക് ഈ പറയുന്ന മേജർ രവി എന്ന് പേരെടുത്തിടുകയും അവരെ കുട്ടി പറയുന്ന ഇവർക്ക് അതിന്റെ ആവശ്യമേമില്ല. അവരൊരാളെയല്ല, അവരൊരാളായിട്ട് പോലും ഇങ്ങനെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പലരും വന്ന് കമന്റ് ഇടുന്ന കുട്ടി വേറെ ആരോ വന്ന് ഇങ്ങനെ ഒന്ന് വായത്തോമറ വിളിച്ച് പറഞ്ഞു എന്നുള്ള രാഹുത്തോടെ എന്നോട് പറയുന്നത് മനസ്സിലായോ? അപ്പൊ എനിക്ക് മറ്റാരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ മേജർ രവിയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, മറ്റാരെയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്നെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് പറയാം. അവിടെ മോഹൻലാൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് അവരുടെ ഫ്രീഡം ഉണ്ട്, എക്സ്പ്രസ് ചെയ്യാനുള്ളത് എന്താണ് പറയാനുള്ളതൊക്കെ ഫ്രീഡം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് മലയാളം പറയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന രേഖാ മേനോന്റെ ഇന്റർവ്യൂക്കകത്ത് ഉടനീളം ഇതിനകത്ത് മലയാളം പറയുമ്പോൾ തന്നെ നമുക്കറിയാം മലയാളം അറിയാം നല്ല രീതിയിൽ, പക്ഷെ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. ചിലർക്ക് അറിയാം പറയുമ്പോൾ തെറ്റിപ്പോകും എന്നുള്ള പേടി, അല്ലെങ്കിൽ ആ സംസാര രീതിയിലേക്ക് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല ആ ഒരു രീതി. അപ്പം കംഫർട്ട് അല്ലാത്തത് കൊണ്ടാണ്, കംഫർട്ടബിൾ അത്രയായിട്ട് അല്ലാത്തത് കൊണ്ടാണ് മലയാളം അത് ഇംഗ്ലീഷിൽ തന്നെയാണ് ആ ഒരു ഇന്റർവ്യൂ ഉടനീളം. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു മലയാളം വീഴുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അതിനകത്ത് ഈ ഇതേ ക്വസ്റ്റ്യൻ അതിനകത്ത് ചോദിച്ചു, അത് വളരെ വ്യക്തമായിട്ട് ഇത്രയും നേരം ഈ ചിരിച്ചു കളിച്ചിരുന്ന വിസ്മയ പെട്ടെന്ന് തന്നെ സീരിയസ് ആകുന്നു. സീരിയസ് ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. അതുകൂടി കേൾക്കാം. I want to ask a question. Recently മായ കുറേ ഒരു സോഷ്യൽ മീഡിയ ബാക്ക്ലാഷിൽ വന്നു. So do you want to talk about it? Yeah, I stand by what I said. I believe we're a democracy and we should always
be allowed to question and be heard, and that instead of, I mean, we should always have dialogue instead of force. And yeah, I don't think your politics should ever supersede your humanity. And regardless of which party is in power, if tomorrow the same thing was to happen, I would still feel the same way. So, very good. Yeah. And വളരെ അത് ഈ പറയുന്ന രേഖ അതിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ പറയാൻ താല്പര്യമുണ്ടോ ചോദിച്ചാൽ എനിക്ക് പറയാൻ കുഴപ്പമില്ല. ഐ സ്റ്റാൻഡ് വിത്ത് വാട്ട് ഐ സെഡ്. ഞാൻ എന്താണോ പറഞ്ഞത് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഒരു മനുഷ്യത്വത്തെക്കാളും വലുതല്ല ഒരു രാഷ്ട്രീയവും എന്നുള്ളതാണ്. ഇന്ന് ഈ പാർട്ടിയാണെങ്കിൽ നാളെ വേറെ പാർട്ടി ആയാലും ഇതേ സംഭവം നടന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ കൂടെ നിൽക്കുള്ളൂ. അങ്ങനെയാണ് വേണ്ടി. ഇവിടെ രാഷ്ട്രീയം കൊണ്ടുവരരുത് എന്നുള്ളത്, അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ്, ആ ബുദ്ധി പോലും മറ്റു പലർക്കും ഇല്ല എന്നുള്ളത്. അവിടെയൊക്കെ ഈ പറയുന്ന മതം കൊണ്ടുവന്നതിനകത്ത് കുത്തി നേരിക്കി നാറി വെളുത്തിട്ട് പോകാൻ അവർക്ക് സാധിക്കുള്ളൂ. അവർ പറഞ്ഞില്ല, ഞാൻ എന്താണ് ഞാൻ പറഞ്ഞത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പൊളിറ്റീഷ്യന്മാർ ഒരിക്കലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ മനുഷ്യത്തിന് മുകളിലോട്ട് വരരുത്. അവിടെയൊക്കെ നമുക്ക് ഇരുന്നു കൊണ്ട് സംസാരിച്ച് തീർക്കാനുള്ളതാണ്. സംസാരിക്കാനുള്ള ഇടം വേണം. നമുക്ക് അതിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവും. അത് കേൾക്കാൻ ആൾക്കാർ വേണം. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഇന്ന് നാളെ ഇനി വേറെ പാർട്ടിയായാലും എന്റെ സ്റ്റാൻഡ് ഇതായിരിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് അവിടെ വിസ്മയ പറയുന്നുണ്ട്. ഒരു സാധനം കൂടി വെച്ച് തരാമേ. അറിയാം, ഏത് മോഹൻലാൽ സിനിമയാണ് ഏറ്റവും അധികം പ്രാവശ്യം കണ്ടിരിക്കുന്നത്? Which Mohanlal film have you watched the most number of times? അല്ല, മനസ്സിലായി. ഈശ്വര. Probably the comedies. Trauma with the comedy. From back in the day. Like, Okay, ചിത്രം വന്ദന. ഞാൻ ഈ ഒരു സീൻ ഇവിടെ കാണിച്ചതിൽ ഒരുപാട് പേര് ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഒരുപാട് പേര് ഈ ഒരു പോർഷൻ ഇങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയാളം പറയുന്നത് കേൾക്കണമെങ്കിൽ പോ എന്നുള്ളത് എന്ന് കണ്ട്. അപ്പം ഇതിനകത്ത് പറയുന്നുണ്ട്, ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അതിനെ മലയാളത്തിൽ പറഞ്ഞിട്ട് അതിനെ നേരെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അതിൽ അച്ഛൻ അഭിനയിച്ചതിൽ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട സിനിമ ഏത് എന്ന് ചോദിക്കുമ്പോൾ വിസ്മയ അവിടെ നിന്ന് പറയേണ്ടത് എനിക്ക് മനസ്സിലായി, അതായത് എനിക്ക് മലയാളം അറിയാം എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നത് എനിക്ക് കോമഡി ആണ് ഇഷ്ടപ്പെട്ടത്. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ വലിയൊരു നടനാണ്, എനിക്ക് ഇങ്ങനെ കാണാൻ, പിന്നീട് ഈ പടം ഞാൻ ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് കാണിക്കും, അങ്ങനെയൊന്നും പറയത്തില്ല. ഞാനത് കാണാറുണ്ട്, അതെനിക്ക് ഇഷ്ടമാണ്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇവർ ചോദിക്കുന്നുണ്ട്, ഇപ്പം ഒരാൾക്ക് മോഹൻലാലിനെ പറ്റി ആർക്കും അറിഞ്ഞുകൂടല്ലോ, ഇങ്ങനെ അയാൾ ചെയ്ത ഒരു പടം കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് പടം കാണിച്ചു കൊടുക്കും എന്ന് ചോദിക്കും. ഞാൻ ദൃശ്യം കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കിരീടം. അങ്ങനെയൊക്കെ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെച്യൂറായിട്ട് ഒരു താര ജാടയും ഇല്ല. അതാണ് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞു, ഒരു താര ജാട, അത് സംസാരത്തിലോ അത് പെരുമാറ്റത്തിലോ അത് വസ്ത്രധാരണത്തിലോ ഒരിടത്തും ഞാനൊരു പറയുന്ന ഈ ഒരു വലിയൊരു മഹാനടന്റെ മകളാണ് എന്നൊരു സ്ഥലത്ത് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഞാനെന്തോ മറ്റവളാണെന്നുള്ള ഒരു കണിക പോലും. മോഹൻലാലും പറയുന്ന ഇതിനകത്ത് ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, ഇപ്പൊ ഇന്ന് വന്നിട്ട് നാളെ അഭിനയിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല ഇത് നിങ്ങൾ ആലോചിച്ച് മെച്ചുറായി തീരുമാനിച്ച് ഇത്രയും വയസ്സൊക്കെ ആയില്ലേ, അപ്പൊ ഇപ്പോഴാണ് അവർക്ക് അഭിനയിക്കാൻ തോന്നിയത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് അഭിനയിക്കണം, നാളെ പോയി അഭിനയിക്കാൻ പറ്റുന്ന ഒരു സാധനം. അങ്ങനെയൊക്കെ ലാലേട്ടനും അതിനകത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്കുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഇത്. അത് ഇതിന് മുമ്പേ വേറൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിനകത്തും ഇത് തന്നെയാണ്. വളരെ ഇഷ്ടമാവും. നമ്മളെ ലാലേട്ടൻ തന്നെ പറയുമ്പോൾ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്ന് പറയും. അതുപോലെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയായിട്ട് വളർന്നു. അതുപോലെ തന്നെ തുടക്കം എന്ന് പറയുന്ന ഒരു സിനിമ അതിന്റെ അവരുടെ ഈ പറയുന്ന ആക്ടിങ് കരിയറിലെ ഒരു നല്ലൊരു തുടക്കം തന്നെ ആകട്ടെ എന്നുള്ളത്. പിന്നെ വേറെ ഏത് ഫിലിമിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞ അടുത്ത വീണ്ടും പടമുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ലാലേട്ടന്റെയും സുജിത്തിന്റെയും പാരന്റിങ് ഉണ്ടല്ലോ, അത് വളരെ നമുക്ക് എടുത്ത് മാതൃകയാക്കാണ്ട ഒരു പാരന്റിങ്. അവരെ കൂടുതലായിട്ട് അവരെ ഇന്നത് പഠിക്കണം, അല്ലെങ്കിൽ ഇന്നടത്ത് പോകണം, ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കരിയർ ചൂസ് ചെയ്യണം ഒന്നും അവർ നിർബന്ധിച്ചിട്ടില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും അവർ കൃത്യമായ രീതിയിലാണ് വളർന്നത് എന്നുള്ളതാണ് അല്ലേ. അതിപ്പം ശരീരഭാഷയായിക്കോട്ടെ, സംസാര രീതി ആയിക്കോട്ടെ, ബഹുമാനമായിക്കോട്ടെ, വസ്ത്രധാരണമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവരുടെ ഇന്ന ഡ്രസ്സേ നീ ഇടാവോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. അവർക്കറിയാം ഇവിടെ അവർ ഈ പറയുന്ന മോഡേൺ ഡ്രസ്സുകൾ ഒരുപാട് പല വിദേശത്തും ജീവിച്ചവരല്ലേ, ഒരുപാട് പറയുന്ന മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇടുന്ന കുട്ടി. പക്ഷേ ഈ പറയുന്ന ഇന്റർവ്യൂ ഇങ്ങനെയുള്ള സാധ്യത വരുമ്പോൾ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വിവേകമായിട്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനുള്ള മൂളയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴുള്ള തലമുറകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന സെലിബ്രിറ്റിയുടെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ ഒരു പടം അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളെയൊക്കെ ജാടകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.